പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. തന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 1 വർഷത്തിനുള്ളിൽ മോദിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഭവനിൽ ആദിവാസി കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. വിലക്കയറ്റം രൂക്ഷമാണ്. ഇതിനെ ആർക്കും തടുക്കാൻ കഴിയില്ല. BJP ഭരണത്തിൽ തുടർന്നാൽ ഭീകരമായ സാമ്പത്തിക സുനാമി ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ശക്തമായ പൊതുജന സമ്മർദ്ദമാണ് മോദി സർക്കാർ നേരിടാൻ പോകുന്നത്. ഈ സമ്മർദ്ദം BJP സർക്കാരിനെ താഴെയിറക്കും. ഇന്ത്യയിലെ സംവിധാനങ്ങൾക്ക് ഉള്ളിൽ വലിയ കലാപം നടക്കുന്നുണ്ട്. മോദിയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ തകർച്ചയിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഴുവനായും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുതിർന്ന ജുഡീഷ്യൽ അംഗങ്ങൾ, ഇന്റലിജൻസ് മേധാവികൾ തുടങ്ങിയവരിൽ നിന്നും പല സന്ദേശങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും രാഹുൽ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. BJPയും RSSും ആദിവാസി വിരുദ്ധ മനോഭാവം ഉള്ളവരാണ്. ആദിവാസികളുടെ അവകാശങ്ങൾ നിഷേധിക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. ആദിവാസികൾ കാട്ടിൽ ജീവിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ BJP വനവാസി എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ പ്രയോഗത്തിലൂടെ അവർ ആദിവാസികളുടെ ചരിത്രം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് സംസ്കാരമില്ല, ചരിത്രമില്ല, ഭാഷയില്ല എന്നെല്ലാം സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം, രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ ആദിവാസികൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആദിവാസികൾ ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ നിധിയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി.